മണ്ണിൽ നമ്മുടെ കൺമുന്നിൽ ഒരു തലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്നങ്ങളുടെ ലോകത്ത് പറക്കേണ്ട യുവത്വം ലഹരിയുടെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താഴുമ്പോൾ നഷ്ടപ്പെടുന്നത് കേവലം വ്യക്തികളല്ല, മറിച്ച് ഒരു നാടിന്റെ പ്രതീക്ഷകളാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മാതാപിതാക്കൾ നെഞ്ചിലേറ്റുന്ന 1000 സ്വപ്നങ്ങളിൽ നിന്നും തുടങ്ങി ലഹരിയുടെ ചതിക്കുഴികളിൽ വീണ് ആയുസ് ഹോമിക്കേണ്ടി വരുന്ന ദാരുണമായൊരു ജീവിതയാത്രയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊരു വെറും കലാപ്രകടനമല്ല, മറിച്ച് ലഹരിക്കെതിരെ നമ്മൾ ഓരോരുത്തരും ഉയർത്തേണ്ട ശക്തമായ പ്രതിരോധത്തിന്റെ ശബ്ദമാണ്. സ്നേഹത്തിൽ നിന്നും മരണത്തിലേക്കും, മരണത്തിന്റെ നിഴലിൽ നിന്നും അതിജീവനത്തിന്റെ പുതുമയിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ നൃത്താവിഷ്കാരം ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ആരാരേരാരോ ആരാരോ ആരോ ആരാരേരാരോ ആരാരോ ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. ഒരമ്മ തന്റെ കുഞ്ഞിനെ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായി കാണുന്നത് പോലെ ഓരോ കുഞ്ഞും ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. തങ്ങളുടെ കുഞ്ഞ് നാടിനും വീടിനും വെളിച്ചമാകുമെന്നും തണലാകുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ കരാളഹസ്തങ്ങൾ ആ സ്വപ്നങ്ങളെ തകർത്തെറിയുന്നു. கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவை நான். നാളെയുടെ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി അണയുന്ന യുവതയുടെ മുതുകേറി അണയുന്നു മരണം. ഇരുളിന്റെ വഴികളിൽ സന്ധ്യയിൽ പുലരിയിൽ ചാവിന്റെ മണവും
ചോര ചിതറിത്തെറിപ്പിക്കും മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. വചനത്തിൽ ഗാനത്തിൽ മൗനത്തിലും നിറഞ്ഞുലയും ചിലമ്പുമായി മരണം. കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ വ്യത്യസ്തതകൾ കൊണ്ട് വിചിത്രമാവുകയാണ്. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യനെ അരിഞ്ഞു തള്ളാൻ മടിക്കാത്ത പുതുതലമുറ ഭയപ്പെടുത്തുന്നു. അടുത്ത കാലത്തായി ഉണ്ടായിരിക്കുന്ന എല്ലാ കേസുകളിലും കൊല്ലപ്പെട്ടവരും പ്രതിസ്ഥാനത്തുള്ളവരും 30 വയസ്സിൽ താഴെയുള്ളവരാണെന്നതാണ് സത്യം. പിടിക്കപ്പെട്ടവരാകട്ടെ ലഹരിക്കും കഞ്ചാവിനുമെല്ലാം അടിമകളും. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. സുഹൃത്തുക്കൾ തമ്മിൽ പാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ആ വാർത്ത വെറുമൊരു പത്രക്കുറിപ്പല്ല, ഒരമ്മയുടെ തേങ്ങലാണ്, ഒരച്ഛന്റെ തകർന്ന സ്വപ്നങ്ങളാണ്. ഇനിയൊരിക്കലും മടങ്ങി വരാത്തവണ്ണം ആ മകൻ യാത്രയായിരിക്കുന്നു. ലഹരിയുടെ മത്ത് പിടിച്ച നേരത്ത് കൂടെ ഉണ്ടായിരുന്നവർ തന്നെ അവനെ ഇല്ലാതാക്കി. अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, ദുരന്തങ്ങൾ അവസാനമല്ല, അതൊരു പുതിയ തിരിച്ചറിവിന്റെ തുടക്കമാണ്. വീണുപോയ ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാനും കരിഞ്ഞുപോയ സ്വപ്നങ്ങളിൽ പുതിയ നാമ്പുകൾ മുളപ്പിക്കാൻ ഓരോ മനുഷ്യനും സാധിക്കും. ലഹരിയുടെ കരിനിഴൽ നീങ്ങി മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പുതുമഴ പോലെ നന്മയുടെ വെളിച്ചം നമ്മിലേക്ക് പടരട്ടെ. ഇരുളടഞ്ഞ പാതകളിൽ നിന്ന് സ്നേഹത്തിന്റെ വസന്തത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഇനിയൊരു ജീവനും പൊലിയാതിരിക്കട്ടെ. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. ഞങ്ങൾ ആടിത്തീർത്തത് വെറുമൊരു കഥയല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള അനേകം വീടുകളിൽ ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കനലാണ്. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല കൊല്ലുന്നത്, കൂടെ ഒരു പിടി സ്വപ്നങ്ങളെയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയുമാണ്. അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ ജീവിതത്തിന്റെ വാതിലുകൾ അടയുകയല്ല, മറിച്ച് തുറക്കപ്പെടുകയാണ് വേണ്ടത്. ഒരൽപ്പം കരുണയും കരുതലും ഉണ്ടെങ്കിൽ ഏത് ഇരുളിൽ നിന്നും നമുക്കവരെ തിരികെ കൊണ്ടുവരാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാനല്ല,
മറിച്ച് സ്നേഹത്തിനും നന്മയ്ക്കും ലക്ഷ്യങ്ങൾക്കും അടിമകളാകാനാണ് നമ്മുടെ യുവത്വം പഠിക്കേണ്ടത്. യുവത്വമേ, ലഹരി നിങ്ങളെ തോൽപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളിൽ ബാക്കിയുള്ള ജീവിതം കൊണ്ട് ലഹരിയെ തോൽപ്പിക്കുക. കണ്ണുനീരില്ലാത്ത കുടുംബങ്ങൾക്കായി, മരണമില്ലാത്ത സൗഹൃദങ്ങൾക്കായി, ലഹരിയില്ലാത്ത കേരളത്തിനായി.